ശാസ്ത്രം. ഭാഗം 1. പ്രപഞ്ചവിശേഷങ്ങളായി നാം ജീവനുകൾക്ക് അനുഭവപ്പെടുന്ന സ്വഭാവ വൈവിധ്യങ്ങളുള്ള സങ്കല്പങ്ങൾ എന്ന സൂക്ഷ്മമായ ഊർജ സവിശേഷതകളെ കാരണോർജമായ മനസ്സുകൾ പ്രവർത്തിപ്പിക്കുന്നത് മനസ്സിന്റെ പദ്ധതികൾക്ക് ഒത്തവിധം ഊർജ സൂക്ഷ്മ വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന അനുയോജ്യവും ഗുണമേന്മ ഉള്ളതുമായി ഭൂമിയിൽ ലഭ്യമാവുന്ന വസ്തുക്കൾ ഉപയോഗിച്ചാണ്. രൂപവൈവിധ്യങ്ങളും ഭാവവൈവിധ്യങ്ങളുമായുള്ള പ്രാപഞ്ചികമായ നിലനിൽപ്പുകളെ അവ ഉൾക്കൊള്ളുന്ന വിശേഷങ്ങളുടെ വ്യത്യസ്തതകളോടെ വേർതിരിച്ച് കണ്ട് അപ്രകാരം സംഭവിക്കുന്നതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കുകയും അനിവാര്യതയ്ക്കൊത്ത് പരിവർത്തനം വരുത്തി ഉപയുക്തമാക്കുകയും എന്ന ചിന്തയാണ് ശാസ്ത്രം. മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും എന്നതുപോലെ ഭൂമി എന്ന സ്വയം പ്രവർത്തനാത്മകമായ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്നതും തനതായ നിക്ഷിപ്ത വിശേഷതകൾ കൊണ്ട് സമ്പന്നവുമായ ധാതുക്കളും ലഭ്യമാവുന്ന പ്രകാശവും ആകർഷണശേഷിയും ശാസ്ത്രം എന്ന അറിവ് ഉപയോഗിച്ച് വേർതിരിച്ചെടുത്ത് മനസ്സിന്റെയും ജീവന്റെയും ആവശ്യങ്ങൾക്കൊത്ത് പ്രവർത്തിപ്പിക്കുന്ന വൈഭവം സാങ്കേതികവിദ്യ എന്ന അവസ്ഥയായി പരിവർത്തിതമാവുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള ഭാവനാപരമായ ലക്ഷ്യത്തിന് ഒത്ത പ്രവർത്തനം നടപ്പാക്കുക സാധ്യമായാൽ തന്നെയും കാരണോർജമായ പ്രപഞ്ച സൂക്ഷ്മ ശേഷിക്ക് ഒപ്പം വളർന്നെത്താൻ ഭൗതികശാസ്ത്രത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ജീവന് ഒരിക്കലും ആവുകയുമില്ല. ചലനതരമോ നിശ്ചലമോ ആയ കാര്യം എന്ന അവസ്ഥയെ എടുത്ത് വിനിയോഗിക്കാനല്ലാതെ കാര്യങ്ങൾക്കെല്ലാം കാരണമായ ജീവനെയും മനസ്സിനെയും നിർമ്മിക്കാൻ ശാസ്ത്രത്തിന് സാധ്യമാവുന്നില്ല. ഇവിധത്തിൽ ഇന്നത്തെ അറിവിലും കണ്ടെത്തലിലും നിഗമനത്തിലുമുള്ള ശാസ്ത്രം എന്നത് ജീവൻ എന്ന പ്രവർത്തനത്തിന്റെ കാരണത്തെക്കുറിച്ചും ആരംഭത്തെക്കുറിച്ചും അവസാനത്തെക്കുറിച്ചും ലക്ഷ്യത്തെക്കുറിച്ചും നിശ്ചയമില്ലാതെ ജീവവിശേഷങ്ങളുടെ ഒരു പ്രത്യേക കാലഘട്ടത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രാപഞ്ചികമായ വൈഭവം എന്നതായി അവതരിക്കുന്നു എന്നാണ് കാണാനാവുക. കമ്പ്യൂട്ടർ, ടെലിഫോൺ, ഇന്റർനെറ്റ് തുടങ്ങി ശാസ്ത്രത്തിന്റെ നിർമ്മിതികളായി ഭൂമിയിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയുന്ന നേട്ടങ്ങൾ ഒന്നും തന്നെ ശരീരത്തിൽ കുടികൊണ്ട് പ്രവർത്തിക്കുന്ന ജീവവൈഭവത്തിന്റെ സങ്കീർണതകൾക്ക് തുല്യമാവുന്നേയില്ല. ജീവവൈഭവത്തിന്റെ സങ്കീർണതകൾ പൂർണ്ണമായി കണ്ടറിയുന്നതും അനുഭവിച്ചറിയുന്നതുമായ എല്ലാം അറിയുന്ന ജീവനാകട്ടെ ശാസ്ത്രീയ നേട്ടങ്ങൾ എന്ന് പറയാവുന്ന യാതൊന്നും വലിയ കാര്യമായി പരിഗണിക്കാൻ തക്ക എന്തെങ്കിലും ആയിരിക്കുകയുമില്ല. എങ്കിലും മനുഷ്യർക്ക് ആസ്വാദ്യതരവും പ്രവർത്തനപരവുമായി ഗുണകരമാകാവുന്ന കണ്ടുപിടുത്തം എന്ന ഓരോ ഉപകരണത്തെയും ജീവപ്രവർത്തനത്തിന്റെ ഉപകരണങ്ങളായ അവയവങ്ങളുടെ അനുബന്ധ ഉപകരണങ്ങളായി തന്നെ പരിഗണിക്കാനുമാവുന്നു. അതായത് പ്രത്യക്ഷത്തിൽ നമ്മിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതെങ്കിലും ജീവനില്ലാത്ത കേവലം യന്ത്രമെന്ന് നാം പരിഗണിക്കുന്ന എന്തുതന്നെയും നാം എന്ന ജീവപ്രവർത്തനം സാധ്യമാക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി തന്നെ പരിഗണിക്കേണ്ടി വരുന്നു. ശാസ്ത്രത്തിന്റെ നല്ല കാലം എന്ന് വിളിക്കാവുന്ന 20-ാം നൂറ്റാണ്ട് മുതൽ തുടങ്ങുന്ന മുന്നേറ്റത്തിനു മുമ്പും മനുഷ്യജീവൻ നിലനിന്നിരുന്നതും പ്രവർത്തിച്ചിരുന്നതും അറിഞ്ഞിരുന്നതും ഭൂമിയിലെ നിക്ഷിപ്ത ഗുണവിശേഷങ്ങളെ ശേഷിക്കൊത്തവണ്ണം ഉപയോഗിച്ച് തന്നെയായിരുന്നു. അതായത് സ്വന്തം ജീവനെ അറിയാതെ ജീവിക്കുന്നു എന്നതുപോലെ ഭൂമിയിലെ നിക്ഷിപ്ത വിശേഷങ്ങൾ എന്നത് പ്രപഞ്ചപൂർവമായ പ്രവർത്തനങ്ങളിൽ നിലകൊണ്ടിരുന്നതും പിന്നീട് രൂപപ്രാപ്തമായതുമായ സങ്കല്പങ്ങളെ കണ്ടെത്തുകയും എടുത്തുപയോഗിക്കുകയും ചെയ്യുന്നു. പ്രപഞ്ചപൂർവമായ സങ്കല്പ വൈവിധ്യങ്ങളെ ശാസ്ത്രം എന്ന സങ്കീർണ വൈഭവത്തിൽ കൂടി എടുത്തുപയോഗിക്കുകയും പ്രവർത്തനക്ഷമതയും വേഗവും ശക്തിയും വർദ്ധിപ്പിക്കുകയും അതുവഴി അറിവായി വികസിതമായി തീരുന്ന മനുഷ്യജീവൻ അതിവേഗം അവസ്ഥാമാറ്റങ്ങൾക്ക് വിധേയമാവുകയും ചെയ്യുന്നു. സങ്കല്പതരമായി പ്രകൃതിയിൽ നിക്ഷിപ്തമായിരിക്കുന്ന സൂക്ഷ്മ സങ്കീർണതകൾ ശാസ്ത്രീയം എന്ന പ്രവർത്തനത്തിലൂടെ ജീവൻ എന്ന ഊർജ വൈവിധ്യ സംഗമ സങ്കീർണതയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആനുപാതികമായ അവസ്ഥാമാറ്റം ജീവനിൽ ത്വരിതഗതിയിൽ സംഭവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടുതന്നെ ശാസ്ത്രത്തിന്റെ ഇടപെടലിലൂടെ ജീവന് സംഭവിക്കുന്ന ത്വരിതഗതിയിലുള്ള അവസ്ഥാമാറ്റം
മനുഷ്യരാശിയെ വളരെ പെട്ടെന്ന് ജീവപരിണാമ പൂർത്തീകരണത്തിലേക്കോ അത്യന്തം ഭയാനകമായ ദുരന്തത്തിലേക്കോ കൊണ്ടെത്തിക്കുമെന്ന് ഉറപ്പിക്കാനാവുന്നു. അറിവ് എന്ന കാരണതരമായ ഊർജവും ആ ഊർജം ഉപയോഗിച്ച് സാധ്യമാവുന്ന ഉജ്ജ്വലമായ പ്രവർത്തനക്ഷമതയും ഏറെ സ്വായത്തമാക്കിയ ലോകത്തിന്റെ ജീവശേഷികൾ ലക്ഷ്യം തെറ്റി പ്രവർത്തിക്കുന്നു എന്ന് വരുമ്പോൾ ലോകത്തിന്റെ നാശം പ്രവർത്തനശേഷിക്ക് ആനുപാതികമായി പെട്ടെന്ന് സംഭവിക്കുമെന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ശാസ്ത്രത്തിലൂടെ സാങ്കേതിക വിദ്യയിലെത്തി സാധ്യമാക്കുന്ന പ്രാവർത്തികതയ്ക്ക് വിചാരപരമായ യോഗ്യതയോടെയുള്ള നിയന്ത്രണമില്ലാതെ ലക്ഷ്യം പിഴയ്ക്കുമ്പോൾ അത് മഹായുദ്ധത്തിന്റെ സ്ഫോടനങ്ങളായോ മനുഷ്യരാശിയെ തന്നെ ഉന്മൂലനം ചെയ്യാനാവുന്ന രോഗങ്ങളായോ ലോകത്ത് സംഭവിക്കുകയും ചെയ്യും. വിചാരപരമായ യോഗ്യതയുള്ള നിയന്ത്രണമില്ലാതെ ശാസ്ത്രം പ്രാവർത്തികമാവുമ്പോൾ ഇന്ന് അറിയാനാവാത്തതും എന്നാൽ സൂക്ഷ്മതലങ്ങളിൽ നിലകൊള്ളുന്നതുമായ എന്തെങ്കിലുമൊക്കെ സംഹാരശക്തിയുള്ള സങ്കല്പങ്ങളുടെ പുറത്തുവരവായി മനുഷ്യനിൽ തമോഗുണം ശക്തമായി തീർന്ന് ഭൂമിയിൽ നിയന്ത്രിക്കാനാവാത്ത കലഹങ്ങൾ ആയിത്തീരാവുന്നതുമാണ്. എല്ലാ പ്രവർത്തനങ്ങൾക്കും തുല്യമായ പ്രതിപ്രവർത്തനം സംഭവിക്കുന്ന രീതിയിൽ പ്രകൃതി സങ്കല്പഭരിതമായിരിക്കുന്നതുകൊണ്ട് പ്രകൃതിയിൽ നിന്ന് എടുത്തു ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് തക്ക ഫലം ജീവനുകൾക്ക് അനുഭവമായി വരിക തന്നെ ചെയ്യുന്നു. വളരെ അടുത്ത കാലത്ത് ലോകത്തിന് പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുള്ള ശബ്ദവും വെളിച്ചവും കാന്തികവുമായ ഊർജഭാവങ്ങളെ ഉപയോഗിച്ചുള്ള ഭാവനാസമ്പന്നമായ നിർമ്മിതികൾ എല്ലാം തന്നെ ഭാഗികമായെങ്കിലും മനുഷ്യ ശരീര പ്രവർത്തനങ്ങളുടെ തുല്യതയ്ക്ക് ഒത്ത വൈഭവങ്ങളാകുന്നു. അതായത് മനുഷ്യഭാവനകളോടും വളർച്ച വികാസങ്ങൾ എന്ന ലക്ഷ്യത്തോടും ചേർന്ന് നിൽക്കാനാവും വിധമുള്ള സങ്കല്പങ്ങൾ രൂപവൈവിധ്യങ്ങളുടെ സംയുക്തത എന്ന പ്രകൃതിയിൽ നിക്ഷിപ്തമായിരിക്കുന്നുവെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. സ്ഥൂലവും സൂക്ഷ്മവുമായി മനുഷ്യനിൽ എന്തെല്ലാമുണ്ടോ അവയും ജീവൻ ഇനി നേടാനിരിക്കുന്നവയുമെല്ലാം സൂക്ഷ്മഭാവങ്ങളായി വിഘടിതമായി പ്രകൃതിയിൽ നിക്ഷിപ്തമായിരിക്കുന്നത് കൊണ്ട് തന്നെ ജീവനെ അറിയുന്ന യാഥാർത്ഥ്യ ബോധത്തോടെ വിനിയോഗിക്കുന്ന പക്ഷം ശാസ്ത്രം മനസ്സുകളുടെ വലുപ്പപ്പെടുത്തലിന് യോജിച്ചതും മനുഷ്യരാശിയെ ജീവവികാസത്തിന്റെ പരമാവധിയിലേക്ക് എത്തിച്ച് ജീവനെ പ്രകൃതി കാരണത്തോളം വളർത്തുന്ന വഴിയിലെ ശക്തമായ മാധ്യമവും ആയിത്തീരുന്നു. ശാസ്ത്രീയ മുന്നേറ്റം പ്രവർത്തനതരമായി ഏത് വിധത്തിൽ വികാസം പ്രാപിച്ചിരുന്നാലും അത് ആത്യന്തികമായി ജീവനിൽ നിന്ന് ജനിക്കുന്നതും കാരണോർജമായ ജീവനെ തന്നെ ബാധിക്കുന്നതുമാകുന്നു. ശാസ്ത്രം ജീവനിൽ നിന്ന് ജനിക്കുന്നതും ജീവനെ തന്നെ ബാധിക്കുന്നതും ആയതിനാൽ ജീവനെയും ലക്ഷ്യത്തെയും ബോധ്യപ്പെട്ടുള്ള നിയന്ത്രണവും ക്രമീകരണങ്ങളും ജീവിതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഭാഗമായി സാമൂഹികമായി സംഭവിക്കുന്ന സ്ഥിതിയുമുണ്ടാവുന്നു. അതായത് ജീവന് അറിവും പ്രവർത്തനക്ഷമതയും ഏറുന്നതിനനുസരിച്ച് ക്രമേണയായി താനെന്ന ജീവനെയും പ്രകൃതിയെയും പ്രാപഞ്ചിക ലക്ഷ്യത്തെയും അറിയാനാവുന്ന സ്ഥിതിയിലേക്ക് വന്നെത്തുന്നതിനും സാധ്യമാവുന്നു. ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലുകൾ ഉപയോഗിച്ച് മനസ്സ് എന്ന കാരണോർജം ശക്തമാവുകയും അത് പ്രവർത്തനം കൊണ്ട് വഴിപിഴയ്ക്കുകയും ചെയ്യുന്നത് കൊണ്ട് സംഭവിക്കുന്നത് പ്രപഞ്ച കാരണ ലക്ഷ്യത്തിൽ എത്തുന്നതിന് മുമ്പേ ജീവന് അന്ധകാരത്തിലേക്കുള്ള വിപരീത പരിണാമം സംഭവിക്കുന്നു എന്നതാണ്. ശാസ്ത്രം മനുഷ്യരാശിയുടെ ശാപം ആയിത്തീരുന്നത് ജീവനെ അജ്ഞതയുടേതായ അന്ധകാരത്തിലേക്ക് തിരിച്ചു നയിക്കും വിധമുള്ള സൂക്ഷ്മതരമായ അർത്ഥതലങ്ങൾ സൃഷ്ടിക്കുന്ന വിനിയോഗത്തിലൂടെയാണ്. പൂർണ്ണതയുള്ള ശാസ്ത്രവും അതിൻ്റെ നേട്ടങ്ങളും എന്നത് പ്രാപഞ്ചികമായ പ്രവർത്തനങ്ങളുടെ വൈവിധ്യങ്ങൾ കണ്ടെത്തുകയോ മനുഷ്യന്റെ സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയോ ചെയ്യുന്നു എന്നതിനേക്കാൾ കാര്യത്തെ ജനിപ്പിക്കുന്ന കാരണശേഷിയാകുന്ന ജീവന്റെ യഥാർത്ഥ വികാസത്തിനായി ഉപയോഗപ്പെടുത്താനാവുമ്പോഴാണ് സംഭവിക്കുന്നത്. നിരന്തരമായി തുടരാൻ ആഗ്രഹിക്കുന്ന സുഖം എന്ന ജീവി എന്ന അവസ്ഥയുടെ ലക്ഷ്യം ശാസ്ത്രത്തിന്റെ സാധ്യതകൾ ഉപയോഗിച്ച് സാധ്യമാക്കുന്നു എന്ന് വന്നാൽ ജീവൻ എന്ന പ്രവർത്തനോർജത്തിന്റെ പരിവർത്തന വിധേയമാകാത്ത അവസ്ഥ സംഭവിക്കുന്നു എന്ന കാഴ്ചയിലേക്കാണ് ഭാവനാപരമായി എത്തിച്ചേരാനാവുന്നത്.
ഇന്നത്തെ അവസ്ഥയിൽ ശാസ്ത്രം കൊണ്ട് ജീവന് ലക്ഷ്യം വയ്ക്കാനാവുന്നത് ജീവൻ എന്താണെന്ന് ജീവന് തന്നെ അറിയാനാവാത്തത് കാരണമായി കേവലം ഭൗതികമായ ലക്ഷ്യങ്ങൾ മാത്രമായിരിക്കുകയും ചെയ്യുന്നു. അതായത് ജീവനെ അറിയാതെ ജീവൻ എന്ത് പ്രവർത്തിക്കുന്നുവോ അവയെ ഭൗതികമായ ലക്ഷ്യങ്ങൾ എന്ന് പറയാനാവുന്നു. എന്നാൽ ജീവനെ കണ്ടറിയുന്നതും ജീവന്റെ തന്നെ വികാസത്തിന് ഉതകും വിധം ഉപയോഗപ്പെടുത്തുന്നതുമായ ശേഷിയിൽ എത്തുമ്പോഴാണ് ശാസ്ത്രത്തിന്റെ മികവുറ്റ വിനിയോഗം സംഭവിക്കുന്നതായും ശാസ്ത്രം പൂർണ്ണതയിൽ എത്തുന്നതായും വിചാരിക്കാനാവുന്നത്. സ്വയം അറിയുന്നതിന് ഓരോ ജീവനെയും പ്രാപ്തമാക്കുകയും സമൂഹം എന്നത് ജീവനുകളുടെ ഒരു സംയുക്താവസ്ഥയാണെന്നും ജീവനുകളുടെ സംയുക്താവസ്ഥ എന്നത് അവസ്ഥാപരമായി ഒരൊറ്റ ജീവൻ തന്നെ ആയിത്തീരുന്നു എന്നുമുള്ള ബോധ്യത്തോടെ പ്രപഞ്ചകാരണ ലക്ഷ്യത്തിലേക്ക് എത്തും വിധം പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ശാസ്ത്രം കേവലം ഭൗതികത എന്ന അവസ്ഥ പിന്നിട്ട് ത്രികാലബോധമുള്ള ആധ്യാത്മികത പ്രാപിക്കുന്ന സ്ഥിതിയുണ്ടാവുന്നു. ഊർജവൈവിധ്യങ്ങളുടെ സംഗമ വൈഭവമായ ജീവനെ അറിയാതിരിക്കുകയും ശരീരത്തിന്റെ കേവലമായ പ്രവർത്തനത്തെ ജീവൻ എന്ന് നിർവചിക്കുകയും ജീവൻ എന്താണെന്ന് അറിയാതിരിക്കുന്നത് പോലെ തന്നെ പരിണാമതരമായ വികാസം പ്രാപിക്കുന്നതിനൊപ്പം ജീവൻ എന്ന പ്രവർത്തനം വികസിതമാക്കുന്നതിനായി പ്രവർത്തിക്കുന്ന മനസ്സ് എങ്ങനെ ഉത്ഭവിക്കുന്നുവെന്ന് അറിയാതിരിക്കുകയും മനസ്സിന്റെ അവസ്ഥാവ്യതിയാനങ്ങളെ മാത്രം വിശകലനം ചെയ്യുന്നതിന് സാധിക്കുകയും ചെയ്യുന്ന വിധമായ ജീവന്റെ അറിവിനെ ഭൗതികശാസ്ത്രം എന്ന് വിവക്ഷിക്കാനാവുന്നു.